നമ്മുടെ അടുത്ത് എല്ലാവരും ചോദിച്ചാലും നമ്മുടെ കുളത്തിന്റെ പണി ഇടം വരെ അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ ചോദിച്ചാൽ നമ്മുടെ കുളത്തിൻ്റെ പണി ഇടം വരെ ആയിരുന്നത്. കുളത്തിൻ്റെ പണി ഇടം വരെ ആയിട്ടുണ്ട്. ഈ കുളം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചിലവായിരിക്കുന്ന ഏകദേശം 13,000 രൂപ മാത്രമാണ് കേട്ടോ. 4-5 പേർക്ക് അടിപൊളിയായിട്ട് ചാടി കുളിക്കാൻ പറ്റും. അപ്പോൾ കുളത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കുളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ കുളത്തിലൊന്ന് ചാടി കുളത്തിലെ എത്രത്തോളം ഇത് നല്ലതെന്ന് കാണിച്ചു തരാം. അതിന് രണ്ടാമരോടെ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ക്യാമറ താഴെ വെച്ചാൽ ജോബിന് ചെയ്യാൻ ചാടാൻ പറ്റത്തൊന്ന് കാണിച്ചടാ. അപ്പോൾ എന്താണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ആരാദ്യം ചാടുന്നേ? അപ്പോൾ നന്ദി ചാടാൻ പോകണം കേട്ടോ ഗൈസ്. നല്ല വെള്ളമില്ലേ? നല്ല വെള്ളമുണ്ട്. ഞാൻ കാല് കുത്തിയ കറക്റ്റ് നോക്കും അല്ലേ? അതായത് 5.5 അടി 5 ഞാൻ 173 സെന്റിമീറ്റർ. അപ്പോൾ കറക്റ്റ്. അപ്പോൾ ഇനി അടുത്ത ജോബിന്റെ ടേണാണ്. അതിന് മുമ്പ് ഞാൻ 2-3 ചാട്ടം കൂടി ചാടി ജോബിനെ കൊണ്ട് നല്ല കുറച്ച് വീഡിയോ എടുപ്പിക്കും കേട്ടോ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ജോബിനാണ്. അവൻ ഇതുവരെ ചാടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി സന്തോഷമായിട്ട് മൂന്നാമത്തെ കേട്ടോ. മൂന്നാമത്തെ നമ്മൾ ബാക്ക് സ്റ്റെപ്പാണ്. ബാക്ക് സ്റ്റെപ്പ് ഓക്കെ. ഗൈസ്, ഗോപ്രോ മീൻസ് ഗോപ്രോ. ഇത് ഗോപ്രോ ആണ്, രണ്ടും ഗോപ്രോ ആണ്. അടുത്ത് ജോയി ചാടാൻ പോകും കേട്ടോ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ ചോദിച്ചായിരുന്നു ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മൾ എന്നാടുക്കുവാണ്, ചൂണ്ടയിട്ട് നടക്കുവാണോ, പുറത്ത് പോകാറുണ്ടോ എന്നൊക്കെ. നമ്മൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെയാണ്, പുറത്തെങ്ങും പോകാറില്ല, ചൂണ്ടിടാൻ പോകാറില്ല. നിങ്ങൾ നമ്മുടെ ചാനലിൽ കാണുന്ന വീഡിയോസ് എല്ലാം നമ്മൾ ഇതിന് മുമ്പ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം നിങ്ങൾ കണ്ടല്ലോ, ഇതൊരു ചെറിയൊരു കുളമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോക്ക്ഡൗൺ സമയത്ത് മെയിൻ പരിപാടി ഇതാണ്. അപ്പോൾ ഞാനും പപ്പയും കൂടെ ഇവിടെ ഒരു മീൻകുളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ കുഴിയൊക്കെ എടുത്തിട്ടുണ്ട്. ഏകദേശം 15 അടി നീളവും 10 അടി വീതിയുള്ള ഒരു കുളമാണ് ഇപ്പോൾ നമ്മൾ കുഴിച്ചിട്ടേക്കുവാണ്. JCB കൊണ്ട് കുഴിച്ചാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് പടുതൊക്കെ ഇട്ട് നമ്മളിതിനെ ഒരു മീൻകുളമാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. പക്ഷേ ഒരു പടുതാക്കുളം എന്നുള്ള സെറ്റപ്പിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നാച്ചുറൽ പോണ്ട് എത്രയും ഭംഗിയായിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതുണ്ടല്ലോ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ സൈഡൊക്കെ നല്ല വെട്ടുകല്ലാണ് കേട്ടോ. ഏകദേശം 2 അടി താഴ്ചകൾ തൊട്ട് നമുക്ക് മൊത്തം വെട്ടുകല്ല. ഈ സൈഡൊക്കെ നമുക്ക് കുറച്ചുകൂടെ മിനുസാക്കുവാണെങ്കിൽ നമ്മുടെ പടുത കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും. ഇതുണ്ട്, ഇത് പപ്പ ഏകദേശം ശരിയാക്കിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഈ ഇതുണ്ട് ഇതുപോലെ കുറച്ച് പൊങ്ങിയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് കളഞ്ഞാൽ മതി. നല്ല പണിയാണ് കേട്ടോ. നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവിടെ കല്ലോ അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും സാധനം ഇരിക്കുവാണെങ്കിൽ ഭാവിയിൽ നമ്മുടെ പടുത ഡാമേജ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പടുതയുടെ കാലാവധി കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ സൈഡൊക്കെ കുറേ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. മീൻസ് ഒത്തിരി പൊങ്ങി നിൽക്കുന്ന കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പപ്പയാണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് നടക്കാനുള്ളൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം നിറഞ്ഞാലും ഇതിൻ്റെ ചുറ്റും നടക്കാൻ പറ്റും. അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ കുറേ തൈ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവിടെ ഇവിടെയല്ല. ഇതുണ്ടോ, അപ്പോൾ ഇതിന് നാച്ചുറലായിട്ടുള്ള തണും കിട്ടും. പറമ്പിൽ ഇപ്പോൾ വേറെ ഒന്നുമില്ല, പറമ്പ് ഫുള്ള് കളച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നടുക്കിടക്കുന്ന മണ്ണ് കണ്ടോ, ആ മണ്ണ് കുഴച്ചിട്ട് അത്യാവശ്യം വലിയ തുളകളൊക്കെ അടച്ച് ഒന്ന് ലെവലാക്കാൻ നോക്കുക കേട്ടോ. അകത്ത് ചെളി തേക്കുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. നമുക്ക് ഈ കുളത്തിനെ ഫുള്ള് കവർ ചെയ്തുകൊണ്ട് സിമെൻറ്റ് ഇഷ്ടിക വെച്ചിട്ട് ഒരു ബോർഡർ ഉണ്ടാക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് പടുത ഇടുമ്പോഴേക്കും മനസ്സിലാവും.
കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണെങ്കിൽ നല്ല പണിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് വെയിലാണ്. പിന്നെ മമ്മി ഇടയ്ക്കിടയ്ക്ക് ജ്യൂസും നാരങ്ങളൊക്കെ കൊണ്ട് തരുന്നുണ്ട്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ കുളത്തിലൊരു സാധനമുണ്ട് കേട്ടോ. നമ്മൾ മീൻകുളം പണിയുന്നതിനകത്ത് ഒരു സാധനം വന്ന് ചാടിയിട്ടുണ്ട്. ഓ, മതിൽ കയറി നോക്കി, കയറി അപ്പുറം പുളിയെ കയറിപ്പോയി പുളിയൽ. അങ്ങനെ നമ്മുടെ സൈഡ് കെട്ടിയതൊക്കെ ഉണങ്ങി നമ്മൾ ഒരു ലെയർ ചാക്ക് കെട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അകത്ത് ചെളി തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ചെളി തേച്ച് പിടിപ്പിച്ചിട്ട് ചില സ്ഥലങ്ങളിൽ ചെളി പിടിക്കാതെ വരുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ കുറച്ച് സിമെൻറ്റ് തേച്ച് കൊടുക്കുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കുളത്തിൻ്റെ പണി തുടങ്ങിയിട്ട് 15 ദിവസമായി. ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റായി. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കണ്ടല്ലോ, നമ്മൾ ഇതിനകത്തെ കല്ലും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തത് അപ്പയാണ് കൂടുതലും ക്ലീൻ ചെയ്ത്. അതുപോലെ തന്നെ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചെളി തേച്ച് പിടിപ്പിക്കാൻ പറ്റാത്തടത്ത് ചെറിയ രീതിയിൽ സിമെൻറ്റ് പരക്കം തേച്ചിട്ട് നമ്മളൊരു ചൂല് കൊണ്ട് ഇത് മൊത്തം അടിച്ച് ക്ലീൻ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. മഴ പെയ്ത് വെള്ളം വറ്റാനായിട്ട് കുറച്ച് സമയം എടുത്തു. അതുകൊണ്ടാണ് ഈ 15 ദിവസം ലേറ്റ് ആയത്. കാരണം ഇതിനടി മൊത്തം വെട്ടുകലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് 2 ദിവസമായിട്ട് നല്ല വെയിലൊക്കെയാണ്. ഇന്ന് പടുത ഇടാൻ പോവുകയാണ്. അങ്ങനെ 15 ദിവസത്തിന് ശേഷം പടുത ഇട്ട് നമ്മൾ പയ്യെ പയ്യെ വെള്ളം നിറയ്ക്കും. ചവിട്ടി കയറാനുള്ള ഒരു ചെറിയ സാധനമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കുളത്തിൽ ഇറങ്ങിയാൽ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏകദേശം ഞാൻ ഇതിനകത്ത് നിൽക്കുവാണെങ്കിൽ എൻ്റെ ഒരു ഇത്രയും വെള്ളമുണ്ട്. അതായത് ഒരു 5.5 അടി താഴ്ചയുണ്ട്. പിന്നെ ഓരോ സ്ഥലത്തും താഴ്ച ചിലടത്ത് ഇപ്പോൾ എവിടെയൊക്കെ ആണെങ്കിൽ 5.5 അടിക്ക് മേളിലുണ്ട്. അപ്പോൾ നമുക്ക് പടുത ഇടുന്ന എങ്ങനെ കാണിച്ചു തരാം. കുളത്തിൽ പടുത ഇടുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുളത്തിൻ്റെ അടിഭാഗം നമുക്ക് ഏറ്റവും സുരക്ഷിതമാക്കണം. അതിന് നമ്മൾ കുറേ സിമെൻറ്റ് ചാക്കും അതുപോലെ പൈസ കൊടുത്ത് മേടിച്ച് കുറേ ചാക്കും പിന്നെ വീട്ടിലുണ്ടായിരുന്നതും അങ്ങനെയുള്ള ചാക്കുകൾ അടിയിൽ നിരത്തുവാണ്. അങ്ങനെ ഒരു ലെയർ ചാക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത തുണി, പ്ലാസ്റ്റിക് കൂടുകളൊക്കെ നമ്മൾ അടിയിൽ ഒരു ലെയറും കൂടെ ഇട്ടു. അതിനുശേഷം നമ്മൾ സൈഡിൽ കൂടെ ഒരു ലെയർ ചാക്ക് ഇട്ടിട്ടുണ്ട്. സൈഡിൽ ഒരു ലെയർ ഇട്ടിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിയിലാണ് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം വേണ്ടത്. നമ്മൾ മീനെ പിടിക്കാനാണെങ്കിലും കുളം ക്ലീൻ ചെയ്യാനാണെങ്കിലും ഇറങ്ങുമ്പോഴേക്കും അടിയിലത്തെ പടുത ഡാമേജ് ആകരുത്. അതിനുശേഷം നമ്മളിനി പടുത ഇടാൻ പോവാണ്. പടുത 200 GSM-ൻ്റെ 34 അടി വീതിയും 36 അടി നീളമുള്ള പടുതയാണ്. നമ്മൾ ഈ പടുത പുറത്ത് വെച്ച് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഒരിക്കലും കുളത്തിൽ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് പടുത എടുത്ത് കുളത്തിൻ്റെ ഏറ്റവും സെൻറ്ററിൽ വെക്കുക, എന്നിട്ട് 2 സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുക. അതാകുമ്പോഴേക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് പടുത ഇടാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ചുളുക്കം ഒന്നും മൊത്തമായിട്ട് മാറ്റാൻ പറ്റത്തില്ല. മാക്സിമം മാറ്റാനായിട്ട് നമുക്ക് ആദ്യമേ പടുത ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് വെള്ളം പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാൻ തുടങ്ങിയത് ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടുച്ച സമയമാണ്, നന്നായിട്ട് ചൂടുകൊണ്ട് പടുത അങ്ങ് ചൂടായിട്ട് എനിക്ക് അതിനകത്ത് നിൽക്കാൻ പോലും പറ്റുന്നില്ല. അത് കാര്യം തറയിൽ പടുത ചവിട്ടുമ്പോൾ കാല് പൊള്ളുന്ന അവസ്ഥയായിരുന്നു. വെള്ളം വന്നപ്പോഴാണ് ഒരു ആശ്വാസമായത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇത് വെള്ളം പൊങ്ങി വരുന്ന സമയത്ത് മാക്സിമം വെള്ളത്തിലൊക്കെ കിടന്ന് ഉരുണ്ടുമൊക്കെ ചൂടൊക്കെ കളഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്തത്. കാണുമ്പോൾ ഇച്ചിരി ഫണ്ണി ആയിട്ട് തോന്നുന്നത് ടൈം ലാപ്സ് ആയതുകൊണ്ട്. പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ നിങ്ങളാണെങ്കിലും ആ സമയത്ത് അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, വെള്ളം പിള്ളേരാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും വെള്ളത്തിൽ കളിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്, അതൊരു ഫാക്റ്റാണ്. വേറെ കാര്യം, അതുപോലെ തന്നെ ഈ കുളം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് നിറയ്ക്കാൻ പറ്റത്തില്ല. ഏകദേശം 12,000 ലിറ്റർ വെള്ളം കൊള്ളും. അതുകൊണ്ട് ഏകദേശം 5 ദിവസം കൊണ്ടാണ് നമ്മൾ കുളം നിറച്ചെടുത്തത്. അങ്ങനെ കുളം നിറച്ചതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കട്ട കെട്ടിയതിൻ്റെ മേളിൽ കൂടി ഒരു ലെയറും കൂടെ നമ്മൾ സിമെൻറ്റ് ഇഷ്ടി വെച്ച് പോവുകയാണ്. ആ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പടുത ബാക്കിയുള്ളതെല്ലാം കൂടെ കട്ട് ചെയ്ത് കളഞ്ഞ് പടുത ഒട്ടും പുറത്ത് കാണാത്ത രീതിയിലാണ് നമ്മൾ കട്ട വെച്ച് പോകുന്നത്. അപ്പോൾ കുളത്തിനൊരു എഡ്ജ് വാങ്ങും, കാണാൻ ഒരു ഇച്ചിരി ഭംഗിയാകും. അങ്ങനെ പടുത വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മേളിൽ നമ്മൾ സിമെൻറ്റ് ഇട്ടൊന്നും കൂടെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുവാണ്. അപ്പോഴേക്കും അതൊരു കട്ടയായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ കാണാനായിട്ടും ഒരു ഭംഗി കാണും. പിന്നെ പടുത സൈഡിലേക്ക് കണ്ടു കഴിഞ്ഞാൽ അത് കാണാനായിട്ട് അത്ര രസം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഞാനും പപ്പയും കൂടെയാണ് ഇതിൻ്റെ പണിയെല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെറും 13,000 രൂപ മാത്രമാണ് ഇതിന് ചിലവ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പടുത മേടിച്ചതിന് ഏകദേശം 7,000 രൂപ ചിലവായി. കുഴിയെടുത്തതിന് നമ്മൾ JCBക്ക് ഏകദേശം 2,000 രൂപ വാടക കൊടുത്തു. പിന്നെ നമ്മൾ സൈഡ് കെട്ടാനായിട്ട് ഈ 2 നിര കട്ട എടുത്തതിന് നമുക്ക് ഏകദേശം 4,000 രൂപയായി. പിന്നെ സിമെൻറ്റ് വളരെ കുറച്ച് എമൗണ്ട് മതിയായിരുന്നു, നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ വെറും 13,000 രൂപ മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കുളത്തിൻ്റെ പണി ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ കുളം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെന്ന് നമുക്ക് തോന്നിയെങ്കിലും നമ്മൾ കുറേ ദിവസം കഷ്ടപ്പെട്ട് നല്ല പണിയായിരുന്നു. കാരണം ഞാനും പപ്പയും കൂടെ തന്നെയാണ് മാക്സിമം കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുളത്തിന് ചുറ്റും നമ്മൾ വേറൊരു സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അത് പാർട്ട് 2 ആയിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. പാർട്ട് 2ൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഞങ്ങൾ ചെറിയൊരു കോമ്പറ്റീഷൻ വെക്കാൻ പോകുന്നുണ്ട്. കോമ്പറ്റീഷൻ എന്താ, നമ്മൾ യൂഷ്വലി വെള്ളത്തിൽ കളിക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ കൂടുതൽ നേരം ആർക്കാണ് മുങ്ങി കിടക്കാൻ പറ്റും നോക്കാൻ പോകണം കേട്ടോ. അപ്പം ആരുടെ ലെങ്സ് ആണ് ഏറ്റവും പെർഫെക്റ്റ് നോക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതായത് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്
ആരായിരിക്കും ഏറ്റവും കൂടുതൽ നേരം വെള്ളത്തിൽ മുക്കി കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. നിങ്ങൾ ജയിക്കുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ചുമ്മാ ഫൺ അത്രേ ഉള്ളൂ. ഈ ക്യാമറ എന്റെ കയ്യിലിരിക്കുന്ന ഗോപ്രോ ഞാൻ കൂടുതൽ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. കാര്യം ധ്രുവന്മാർ ആരെങ്കിലും ഇടയ്ക്ക് പൊങ്ങി ശ്വാസം എടുക്കുന്നുണ്ട് എനിക്ക് നോക്കണല്ലോ. മത്സരമായിട്ട് മാത്രം പങ്കെടുക്കുന്നതാണ്, കോമ്പറ്റീഷൻ അല്ല. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇവരെങ്ങനെ പിടിച്ചെടുക്കും? ഞാൻ നേരത്തെ മുങ്ങിയായിരുന്നു. ഞാൻ പോയി തപ്പിട്ട് വരാം. എടാ ഇവിടെ പിടിച്ചു കിടപ്പുണ്ട് കേട്ടോ. ഇവനിത് നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ടോ മത്സരം ജയിക്കാൻ വേണ്ടി? ഓക്സിജൻ എന്തോ അല്ല മുങ്ങിച്ച് താഴെ എന്തെങ്കിലും കമ്പണ്ടാ പിടിച്ചു കിടക്കാതെ പൊങ്ങി പോരുവാ. നീ എങ്ങനെ മുങ്ങി പോന്നു? ഞാൻ ശ്വാസം മുട്ടി കുറെ കഴിച്ചാ. ഞാൻ കുറെ എനിക്ക് ശ്വാസം പോയില്ലായിരുന്നു. അയ്യോ ഗൈസ് ഇത് പക്കാ ചീറ്റിംഗ് ആണ് കേട്ടോ. ഞാൻ മേളിൽ വർത്താനം പറഞ്ഞ് ഒച്ചയിട്ട് പൊങ്ങി വന്നു. അപ്പൊ കൂട്ടത്തിൽ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളിപ്പോ ഈ കോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ നമ്മൾ എല്ലായിടത്തും കമ്പി ഇട്ടിട്ടുണ്ട്. 4 സൈഡിലും നമ്മൾ കമ്പി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ മൊത്തം കവർ ചെയ്തുകൊണ്ട് നമ്മൾ വലിയൊരു കിളിക്കൂട് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ കുളം നടുക്ക് വരും. നമ്മൾ ഇതിനകത്ത് കുറേ പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് കുറേ പക്ഷികളെ കൂടെ മേടിച്ചിടും. അപ്പോൾ നടുക്ക് മീനായിരിക്കും. ഇതിനകത്ത് നമ്മൾ കുളത്തിന് മണി തീർന്നില്ല. ഇതിന് മാക്സിമം നമ്മളൊരു നാച്ചുറൽ പോണ്ട് പോലെ നമ്മൾ സെറ്റ് ചെയ്യും. അടി മണ്ണൊക്കെ ഇട്ടിട്ട് അതിന്റെ വീഡിയോ പാർട്ട് 2 നമ്മുടെ ചാനലിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോ ഇറ്റ്സ് മീ സെബിൻ സിറിയക്. പിന്നെ പറഞ്ഞേ അടിപൊളി ഒരു രക്ഷയില്ല. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പൊ ഞങ്ങൾ ഒന്നും കൂടെ പോയി മുങ്ങട്ടെ. ചേർക്കണം കേട്ടോ. 28 വയസ്സിന് ചേർക്കണം. എന്തിനാ കാര്യം കല്യാണമായിട്ടില്ല. നന്ദുവിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. നന്ദു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ട്രിപ്പിൾ എഞ്ചിനീയർ ആണ്. ഗുജറാത്ത് യൂണിവേഴ്സിറ്റി പഠിച്ചാണ്. നമ്മുടെ വീഡിയോ എടുക്കുന്ന ആൾ ഇവിടെ ഉണ്ട്. അവരുടെ കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചേക്കുന്നത്. അതല്ലടാ എന്റെ കല്യാണ വീഡിയോ അവനെ എടുക്കുന്നത്. ആ ജോബിൻ അത് വേറെ ലെവൽ. അത് വർക്ക് ഇപ്പോഴെ കിട്ടി, ഒരു വർക്ക് കൊടുത്തിരിക്കുകയാണ്. അതെ. അപ്പൊ നന്ദുവിന്റെ കാര്യം ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഫ്രം ദുബായ്. കുസാറ്റിൽ 78% എഞ്ചിനീയറിംഗ് പാസ്സായ വിദ്യാർത്ഥി. 78 ചൊവ്വ. നീ കഴിഞ്ഞ സംഘടന 78 ഒരു ചൊവ്വയും പോകുന്ന ഒന്നുമില്ല. ചുമ്മാ ഒന്നുമില്ല. ശുദ്ധ ജാതകം. കൊറോണ നെഗറ്റീവ്. പിന്നെന്താ വേണം?